എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജ്യോതിഷത്തിലെ ശുഭയോഗങ്ങളുടെ പ്രാധാന്യം. ഭാരതീയ ജ്യോതിഷ ശാസ്ത്രമനുസരിച്ച് ഗ്രഹങ്ങളുടെ വിന്യാസമാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഭാഗ്യനിർഭാഗ്യങ്ങളെ നിർണയിക്കുന്നത്. ഗ്രഹങ്ങൾ രാശിചക്രത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അവ പരസ്പരം ഉണ്ടാക്കുന്ന കോണളവുകളും സംഗമങ്ങളും സവിശേഷമായ പല യോഗങ്ങളും സൃഷ്ടിക്കുന്നു. അത്തരത്തിൽ ജ്യോതിഷത്തിലെ ഏറ്റവും മംഗളകരവും ശക്തവുമായ ഒന്നാണ് ഗജകേസരി യോഗം. 2026 മിഥുനം രാശിയിൽ വ്യാഴവും ചന്ദ്രനും ഒന്നിച്ചു ചേരുന്നതോടെ അതിശക്തമായ ഒരു ഗജകേസരി യോഗത്തിന് തുടക്കമാവുകയാണ്. ആനയുടെ കരുത്തും സിംഹത്തിൻ്റെ തേജസ്സും ഒത്തുചേരുന്ന അവസ്ഥയാണിത്. ഗജം എന്നാൽ ആന എന്നും കേസരി എന്നാൽ സിംഹം എന്നുമാണ് അർത്ഥം. ആനയെപ്പോലെ ഐശ്വര്യവും സിംഹത്തെപ്പോലെ ആധിപത്യവും ഈ യോഗം നൽകുന്നു. ജീവിതത്തിൽ തളർന്നു നിൽക്കുന്നവർക്കും തടസ്സങ്ങൾ അനുഭവിക്കുന്നവർക്കും ഒരു പുത്തൻ ഉണർവ് നൽകാൻ ഈ രാജയോഗത്തിന് സാധിക്കും. സമാധാനം, സമ്പത്ത്, ഐശ്വര്യം എന്നിവ ഒരേപോലെ ഈ കാലയളവിൽ വർഷിക്കപ്പെടും. ഈ വീഡിയോയിലൂടെ ഈ ഗജകേസരി യോഗം ഏതൊക്കെ രാശിക്കാർക്കും നക്ഷത്രക്കാർക്കുമാണ് ഏറ്റവും ഗുണം ചെയ്യുന്നത് എന്ന് വിശദമായി നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നു. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ അറിവ് മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കാനായി വീഡിയോ ഷെയർ ചെയ്യുക. ഗജകേസരി യോഗത്തിൻ്റെ സ്വാധീനം എന്തൊക്കെയാണെന്ന് നോക്കാം. വ്യാഴം എന്ന ഗ്രഹം ശുഭത്വത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും പ്രതീകമാണ്. ചന്ദ്രനാകട്ടെ മനസ്സിൻ്റെയും വികാരങ്ങളുടെയും കാരകനാണ്. ഇവർ ഒന്നിച്ചു ചേരുമ്പോൾ മനസ്സിന് വലിയ ഉണർവും ബുദ്ധിശക്തിയും ലഭിക്കുന്നു. ഇതിൻ്റെ ഫലമായി ഞാൻ ഈ പറയാൻ പോകുന്ന ഗുണങ്ങൾ പൊതുവായി ലഭിക്കുന്നു. ആദ്യം തന്നെ നിങ്ങൾക്ക് തൊഴിലിൽ പുരോഗതിയാണ് ഉണ്ടാവുക. ദീർഘകാലമായി കാത്തിരുന്ന സ്ഥാനക്കയറ്റവും ശമ്പള വർധനവും കൈവരും. അതുപോലെ തന്നെ അടുത്തതായി സാമ്പത്തിക നേട്ടമാണ്. കടബാധ്യതകൾ തീർക്കാനും പുതിയ നിക്ഷേപങ്ങൾ നടത്താനും സാധിക്കും. കുടുംബസമാധാനം. കലഹങ്ങൾ ഒഴിഞ്ഞുമാറി കുടുംബത്തിൽ സന്തോഷവും മംഗളകർമ്മങ്ങളും നടക്കും. അടുത്തതായി വിജയമാണ്. തൊഴിലിലും ബിസിനസ്സിലും മറ്റാരും പ്രതീക്ഷിക്കാത്ത വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കും. ഇനി ഈ ഗജകേസരി യോഗം ഏതൊക്കെ രാശിക്കാർക്കും നക്ഷത്രക്കാർക്കുമാണ് ഏറ്റവും ഗുണം ചെയ്യുന്നത് എന്ന് നോക്കാം. ആദ്യം തന്നെ മേടക്കൂറ്. അശ്വതി, ഭരണി, കാർത്തിക ചേരുന്ന മേടക്കൂറുകാർക്ക് അവരുടെ 3-ാം ഭാവത്തിലാണ് ഈ യോഗം രൂപപ്പെടുന്നത്. 3-ാം ഭാവം എന്നത് ധൈര്യത്തിൻ്റെയും സഹോദര ഗുണത്തിൻ്റെയും സ്ഥാനമാണ്. സാമ്പത്തിക അഭിവൃദ്ധിയാണ് ഉണ്ടാകാൻ പോകുന്നത്. സമ്പത്ത് വർദ്ധിക്കുകയും പുതിയ വരുമാന മാർഗങ്ങൾ തുറക്കപ്പെടുകയും ചെയ്യും. അതുപോലെ തന്നെ തൊഴിലിൽ നിങ്ങളുടെ ഓഫീസിൽ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുമെങ്കിലും അത് വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കും. സ്ഥാനക്കയറ്റത്തിന് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ബിസിനസ്സിൽ അപ്രതീക്ഷിത ലാഭങ്ങൾ നിങ്ങളെ തേടിയെത്തും. ദീർഘകാലമായുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ പെട്ടെന്ന് പരിഹരിക്കപ്പെടും. വിവാഹകാര്യത്തിൽ തീരുമാനമാകാതെ നിന്നവർക്ക് ഉടനടി ശുഭവാർത്തകൾ ലഭിക്കും. രണ്ടാമതായി ഇടവക്കൂറ്. കാർത്തിക മുക്കാൽ, രോഹിണി മകീരം അര ചേരുന്ന ഇടവക്കൂറുകാർക്ക് പൊതുവെ ഇടവരാശിക്കാർക്ക് 2-ാം ഭാവത്തിലാണ് യോഗം വരുന്നത്. 2-ാം ഭാവം കുടുംബത്തെയും ധനത്തെയും സൂചിപ്പിക്കുന്നു. സർവ്വ സൗഭാഗ്യമാണ്
ഇടവക്കൂറുകാർക്ക് വരാൻ പോകുന്നത്. വ്യാഴത്തിൻ്റെ പ്രത്യേക അനുഗ്രഹത്താൽ ജീവിതത്തിൽ ഐശ്വര്യം വന്നു നിറയും. ധനാഗമനം പല വഴികളിലൂടെ നിങ്ങളിലേക്കെത്തും. പണം നിങ്ങളിലേക്ക് ഏതു വഴിയിലൂടെയും കടന്നുവരും. പഴയ നിക്ഷേപങ്ങളിൽ നിന്ന് വലിയ ലാഭം കൊയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. അതുപോലെ തന്നെ സമൂഹത്തിലെ പ്രമുഖ വ്യക്തികളെ കണ്ടുമുട്ടാനും അവരുമായി ചേർന്ന് വലിയ കാര്യങ്ങൾ ചെയ്യാനും നിങ്ങൾക്ക് അവസരം ലഭിക്കും. കുടുംബത്തിൻ്റെ കാര്യം നോക്കിയാൽ കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കുകയും മംഗളകർമ്മങ്ങൾ, അതായത് കല്യാണം, വീടുപണി തുടങ്ങിയവ നടക്കുകയും ചെയ്യും. ഇനി അടുത്തത് മൂന്നാമതായി ധനുക്കൂറ്. മൂലം, പൂരം, ഉത്രാടം ചേരുന്ന ധനുക്കൂറുകാർക്ക് വ്യാഴത്തിൻ്റെ സ്വന്തം രാശിയായ ധനുവിനെ സംബന്ധിച്ചിടത്തോളം ഈ രാജയോഗം വളരെ പ്രധാനപ്പെട്ടതാണ്. സ്വപ്ന സാക്ഷാത്കാരമാണ് ഉണ്ടാകാൻ പോകുന്നത്. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം വളരെ അനുകൂലമാണ്. മുടങ്ങിപ്പോയ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകും. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതം പരിശോധിക്കുകയാണെങ്കിൽ പങ്കാളിയുമായി ഉണ്ടായിരുന്ന പിണക്കങ്ങൾ മാറി സ്നേഹപൂർണമായ അന്തരീക്ഷം രൂപപ്പെടും. ജീവിത നിലവാരം നോക്കുകയാണെങ്കിൽ സാമ്പത്തിക ഭദ്രത കൈവരുന്നതോടെ ജീവിത നിലവാരം ഉയരുകയും മാനസികമായ സമാധാനവും സംതൃപ്തിയും അനുഭവപ്പെടുകയും ചെയ്യും. ഇനി അടുത്തതായി തുലാക്കൂറ്. ചിത്തിര അരഭാഗം, ചോതി വിശാഖം മുക്കാൽ ചേരുന്ന തുലാക്കൂർ. തുലാം രാശിക്കാർക്ക് അപ്രതീക്ഷിതമായ ഭാഗ്യങ്ങളാണ് ഈ കാലയളവ് കരുതി വച്ചിരിക്കുന്നത്. ബുദ്ധിശക്തിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബുദ്ധിശക്തിയും കഴിവുകളും ഉപയോഗിച്ച് സാമ്പത്തിക പ്രതിസന്ധികളെ മറികടക്കാൻ സാധിക്കും. യാത്രകൾ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് യാത്ര ചെയ്യാനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനും സാധിക്കും. ഇത് ജീവിതത്തിൽ പുതിയ കാഴ്ചപ്പാടുകൾ നൽകും. ഇനി വീട്ടിലും അതുപോലെ തന്നെ ജോലിസ്ഥലത്തും സമാധാനപരമായ അന്തരീക്ഷം നിലനിർത്താൻ നിങ്ങൾക്ക് സാധിക്കും. അതുപോലെ തന്നെ ഭാഗ്യങ്ങൾ തേടിയെത്തുമ്പോൾ അത് കൃത്യമായി ഉപയോഗപ്പെടുത്താൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി അടുത്തതായി കന്നിക്കൂറ്. ഉത്രം മുക്കാൽ, അത്തം ചിത്തിര അര ചേരുന്ന കന്നിക്കൂർ. കന്നിരാശിക്കാർക്ക് സ്വയം തൊഴിൽ മേഖലയിൽ വലിയ മുന്നേറ്റമാണ് ഉണ്ടാകാൻ പോകുന്നത്. പുതിയ സംരംഭങ്ങൾ, സ്വന്തമായി ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഏറ്റവും മികച്ച അവസരമാണിത്. ഏറ്റവും മികച്ച സമയമാണിത്. പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടി വരും. അതുപോലെ തന്നെ ബിസിനസ്സിലെ മാറ്റങ്ങൾ അത്ഭുതപ്പെടുന്നതായിരിക്കും. ഓരോ ആരോഗ്യ പ്രശ്നങ്ങൾ അല്പം ബുദ്ധിമുട്ടിച്ചേക്കാമെങ്കിലും അതിനെയെല്ലാം അതിജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അതുപോലെ തന്നെ ദാമ്പത്യ ബന്ധം പരിശോധിക്കുകയാണെങ്കിൽ ദാമ്പത്യ പ്രശ്നങ്ങളും മറ്റും സാമ്പത്തിക പ്രയാസങ്ങളും വിട്ടകന്ന് നിങ്ങളെ വിജയകരമായ ഒരു ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ഈ ഒരു യോഗം നിങ്ങളെ സഹായിക്കും. ഇനി അടുത്തതായി കുംഭക്കൂറ്. അവിട്ടം അര, ചതയം, പൂരുരുട്ടാതി മുക്കാൽ ചേരുന്ന കുംഭക്കൂറുകാർക്ക്, കുംഭരാശിക്കാർക്ക് ഇപ്പോൾ 7.5 ശനിയുടെ അവസാന ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതിനാൽ ഈ ഗജകേസരി യോഗം ഇവർക്ക് വലിയൊരു ആശ്വാസമായിരിക്കും. അതുപോലെ തന്നെ തൊഴിൽ മേഖലയിൽ ഇതുവരെ ഇല്ലാത്ത വിധം അനുകൂലമായ മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്. ബിസിനസ്സിലും അത്ഭുതകരമായ മുന്നേറ്റം നിങ്ങൾക്കുണ്ടാകും. അതുപോലെ തന്നെ ഭാഗ്യ പരീക്ഷണങ്ങൾ നടത്താൻ പറ്റിയ സമയമാണിത്. ലോട്ടറി, ചിട്ടി തുടങ്ങിയ ഭാഗ്യ പരീക്ഷണങ്ങളിൽ വിജയിക്കാൻ സാധ്യതയുള്ള സമയമാണിത്. തടസ്സപ്പെട്ട ധനസഹായങ്ങൾ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. അതുപോലെ തന്നെ തർക്കങ്ങളിൽ കുടുങ്ങിക്കിടന്ന തറവാട് സ്വത്തോ അല്ലെങ്കിൽ പൂർവിക സ്വത്തോ നിങ്ങളുടെ കൈവശം വന്നു ചേരും. ഈ ഗജകേസരി യോഗം ഞാനീ പറഞ്ഞിട്ടുള്ള നക്ഷത്രക്കാർക്ക് വലിയ ഭാഗ്യം കൊണ്ടുവരുമെങ്കിലും നാം ഓരോരുത്തരും കർമ്മനിരതരായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഭാഗ്യം എന്നത് ഒരു വാതിൽ തുറന്നു തരുന്നതുപോലെയാണ്. പക്ഷേ ആ വാതിലിലൂടെ നടന്നു കയറേണ്ടത് നമ്മൾ തന്നെയാണ്. സമയം അനുകൂലമാകുമ്പോൾ അലസത കൈവെടിഞ്ഞ് ഉത്സാഹത്തോടെ പ്രവർത്തിക്കുക. ഗജകേസരി യോഗത്തിൻ്റെ പൂർണ്ണ ഫലം ലഭിക്കാനായി
ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾ ഓരോരുത്തരും ഭക്തിമാർഗത്തിലൂടെ മാത്രം സഞ്ചരിക്കുക. ഭക്തി ജീവിതത്തിൽ കൂടിയേ തീരൂ. ജാതകത്തിലെ വ്യാഴത്തിൻ്റെ ബലം വർദ്ധിപ്പിക്കാനായി വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നതോ അതുപോലെ തന്നെ വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതോ ഉത്തമമാണ്. ഇനി അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ദാനം എന്നത്. പാവപ്പെട്ടവർക്ക് വസ്ത്രമോ ഭക്ഷണമോ ദാനം ചെയ്യുന്നത് പുണ്യം നൽകും. നിങ്ങൾ വലിയൊരു തുക അവർക്ക് വേണ്ടി മാറ്റിവെക്കണമെന്നല്ല, ഒരു നേരത്തെ ആഹാരമെങ്കിലും ഒരു പാവപ്പെട്ട വ്യക്തിക്ക് നൽകാൻ പറ്റുമെങ്കിൽ അതാണ് വേണ്ടത്. പാവപ്പെട്ടവന് ദാനം നൽകുന്നതിലൂടെ നിങ്ങളിലേക്ക് പുണ്യം കൈവരും. അതുപോലെ തന്നെ അടുത്തതാണ് ആത്മവിശ്വാസം. നെഗറ്റീവ് ചിന്തകൾ ഒഴിവാക്കി എനിക്ക് സാധിക്കും എന്ന വിശ്വാസത്തോടെ മുന്നോട്ടു നീങ്ങുക. ഒരിക്കലും ഏതൊരു കാര്യവും ചെയ്യുന്നതിന് മുൻപ് എനിക്കത് കഴിയില്ല എന്ന നെഗറ്റീവ് ചിന്ത നിങ്ങളിൽ വരാതെ സൂക്ഷിക്കുക. ഏതൊരു കാര്യവും മനസമാധാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി പോസിറ്റീവായി ചിന്തിച്ചുകൊണ്ട് മാത്രം പ്രവർത്തിക്കാൻ ശ്രമിക്കുക. അതുമാത്രമാണ് നിങ്ങളിലേക്ക് പോസിറ്റീവായിട്ടുള്ള ഫലം എത്തിക്കുക. അതുകൊണ്ട് തന്നെ നെഗറ്റീവ് ചിന്തകൾ ഒഴിവാക്കി പോസിറ്റീവായ വിശ്വാസത്തോടു കൂടി മുന്നോട്ട് നീങ്ങുക. 2026 ഈ വിശേഷപ്പെട്ട യോഗം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത്. ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ അറിവ് മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കാനായി വീഡിയോ ഷെയർ ചെയ്യുക. 2026 ഈ വിശേഷപ്പെട്ട ഗജകേസരി യോഗം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ നക്ഷത്രക്കാർക്കും സർവ്വ ഐശ്വര്യങ്ങൾ നേരുന്നു. അടുത്തൊരു ഉപയോഗപ്രദമായിട്ടുള്ള വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.